ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഉന്നയിക്കാറുണ്ട്. പുറത്തുനിന്നുള്ളവർ മാത്രമാണോ ഡോക്ടർമാരെ വേട്ടയാടുന്നത്? കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെള്ളക്കോട്ടണിഞ്ഞ് വില്ലന്റെ വേഷത്തിലെത്തിയ ഒരു ഡോക്ടറെ കുറിച്ച് അങ്ങേയറ്റം ലജ്ജയോടെയാണ് പറയേണ്ടി വരുന്നത്. യുവ വനിതാ ഡോക്ടറെ സഹപ്രവർത്തകൻ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം പുറത്തു വന്നിട്ട് 3 ആഴ്ചകൾ പിന്നിടുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഡോക്ടർ സെർബിൻ മുഹമ്മദ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ കൊല്ലം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. പ്രതിക്കായി അന്വേഷണം ഊർജിതമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 24-നാണ് കേസിനാസ്പദമായ സംഭവം. ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെത്തിയ സെർബിൻ ഡോക്ടറുടെ മുറിയിൽ വെച്ച് തന്നെ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനായിരുന്നു യുവതി ആദ്യം പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. കോളേജിലെ ആഭ്യന്തര പരാതി സമിതി സെർബിൻ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനിടയിൽ സെർബിൻ മുഹമ്മദ് കൊല്ലം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ ജാമ്യഹർജി സമർപ്പിച്ചുവെങ്കിലും കോടതി നിഷേധിക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജി പി മായാദേവിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ ദിവസമാണ് സെർബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചത്. സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം സെർബിനെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.